RSSും BJPയും രണ്ട് തട്ടിലാണെന്ന പ്രചാരണങ്ങൾക്ക് മറുപടി നൽകി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഇരു സംഘടനകളും മികച്ച ഏകോപനമാണെന്നും ഒരു തർക്കവുമില്ലെന്നും സർസംഘചാലക് പറഞ്ഞു. നരേന്ദ്രമോദി വിരമിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, താനും വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സംഘടന ആവശ്യപ്പെടുന്നതുവരെ സ്ഥാനത്ത് തുടരുമെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. മതപരിവർത്തനവും നിയമവിരുദ്ധവുമായ കുടിയേറ്റവുമാണ് ജനസംഖ്യ അസന്തുലിതാവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്നും സർസംഘചാലക് കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ശ്രീകാന്ത, എന്തൊക്കെയാണ് സർസംഘചാലക ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചത്? വിഷ്ണു, നമ്മുടെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം BJPയും RSSും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ അദ്ദേഹം ചില വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. BJPയും RSSും തമ്മിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയുമില്ല. RSS ശാഖ നടത്തുന്നു, BJP രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി നൽകുക എന്നതിനപ്പുറം രണ്ടു കൂട്ടരും പരസ്പരം ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല, തമ്മിൽ പ്രശ്നങ്ങളുമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് പക്ഷേ ഒരു പ്രശ്നത്തിലേക്ക് പോകാറില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനി അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ പ്രായപരിധി സംബന്ധിച്ചാണ്. താൻ എന്തായാലും വിരമിക്കും എന്ന് എങ്ങും പറഞ്ഞിട്ടില്ലെന്നും മറ്റാരെങ്കിലും വിരമിക്കണം എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ഒരു കഥ പറഞ്ഞതിന്റെ പേരിൽ നരേന്ദ്രമോദി വിരമിക്കണം എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു, പരോക്ഷമായി സൂചിപ്പിച്ചു എന്ന കഥകൾ പ്രചരിച്ചിരുന്നു. അതിനിപ്പോൾ തിരശീല വീണിരിക്കുകയാണ്. മൂന്നാമത്തേത് മതപരിവർത്തനവും നുഴഞ്ഞുകയറ്റവും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഇംഗ്ലീഷ് ഏറ്റവും നല്ലത് തന്നെയാണ് പഠിക്കുന്നത്, പക്ഷെ മാതൃഭാഷയെ മറക്കരുത് എന്നുകൂടി സർസംഘചാലക് പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.